വേൾഡ് മലയാളി കൗൺസിൽ ഗാന്ധി ഭവനൻ പത്തനാപുരത്ത് നടത്തിയ ഓണാഘോഷ പരിപാടികളുടെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വേൾഡ് മലയാളി കൗൺസിലിനെ സംബന്ധിച്ച് 30 വർഷം ആയി അമേരിക്കയിലെ രൂപം കൊണ്ട ഈ ഒരു പ്രസ്ഥാനം ഇന്ന് കേരളത്തിലും ലോകരാജ്യങ്ങളുടെ മുന്നിലും ഏറ്റവും പരമപ്രധാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയ അവസരത്തിലാണ് ഈ 30-ാം വാർഷികം പ്രമാണിച്ചുകൊണ്ട് വലിയ ഒരു പരിപാടിക്ക് തന്നെയാണ് ഗാന്ധി ഭവനുമായി ചേർന്നുകൊണ്ട് ചില പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ ഓണം ആഘോഷിക്കുന്നതിനും അതുപോലെ തന്നെ ഗ്ലോബലിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ധന്യ കമ്പനീസ് ഓഫ് ഗ്രൂപ്പിൻ്റെ മിസ്റ്റർ ജോൺ മത്തായി, അദ്ദേഹം കായംകുളം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയായിട്ടുള്ള ദിവസമാണ് ഗാന്ധി ഭവനിലെത്തി ഓണം നമുക്ക് ആഘോഷിക്കുവാനായിട്ട് സാധിച്ചത്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആ വലിയ കമ്പനികളുടെ ഉടമകൾ ഉൾപ്പെടെ വലിയൊരു സംഖ്യ ഈ ഒരു പരിപാടിയിൽ ഇവിടെ പങ്കെടുത്തു. ഈ ഗ്ലോബൽ തലത്തിൽ തന്നെയുള്ള ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ശ്രീ ക്രിസ്റ്റഫർ വർഗീസ്, അതുപോലെ തന്നെ ഈ ഇന്ത്യ റീജിയൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ KP കൃഷ്ണകുമാർ, സെക്രട്ടറി ആയിട്ടുള്ള പ്രൊഫസർ അനിൽകുമാർ, അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള പോൾ പൗലോസ് ഉൾപ്പെടെ ഇന്ത്യ റീജിയൻ്റെ പ്രതിനിധികളും ഗാന്ധി ഭവനിൻ്റെ ആദ്യ തുടക്കക്കാരനും സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ പുനലൂർ സോമരാജൻ, അദ്ദേഹമാണ് ഇവിടെ സ്വാഗതം ആശംസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ ഭംഗിയായ രീതിയിൽ ഇന്ന് ഏതാണ്ട് 1600ഓളം ആളുകൾക്ക് അവരുടെ എല്ലാം ജീവിതം ഇന്ന് സഫലമാക്കിക്കൊണ്ട് അവരുടെ എല്ലാ ജീവിത സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് പത്തനാപുരം ഗാന്ധി ഭവൻ വളരെ ശാഖകളാണ് ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് സമൂഹത്തിന് വേണ്ടി നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് ലോകം മുഴുവനുള്ള മലയാളികളുടെയും മറ്റുള്ള ആളുകളുടെയൊക്കെ സഹകരണത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പ്രസ്ഥാനം ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ മുൻ രാഷ്ട്രപതി പോലും ബഹുമാനായിട്ടുള്ള അബ്ദുൽ കലാം സാറ് ഈ ഗാന്ധി ഭവനിൽ എത്തി ഇവിടുത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെയധികം നന്മയുള്ള കാര്യങ്ങളാണ് എന്ന് സമർത്ഥിച്ചത് നമുക്കറിയാൻ കഴിയും. അങ്ങനെ ഇരിക്കുന്നതാണ് ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോൺ മത്തായിയുടെ പിറന്നാളും കൂടിയായിട്ടുള്ള ഇന്ന് ഈ ഗാന്ധി ഭവനിലെത്തി അദ്ദേഹത്തിൻ്റെ വൈഫും ഇവിടെ എത്തി ആളുകളെ, ഈ പറയുന്ന 1600ഓളം വരുന്ന അന്തേവാസികളെ കാണുവാനും പരിചരിക്കുവാനും അവർക്കുള്ള ആഹാരം കൊടുക്കുന്നതിനും ഒക്കെയുള്ള ഒരു സന്ദർഭമാണ് ഇവിടെ ഒരുക്കി തീർത്തത്. നമുക്കറിയാം, അവർ നൈനാൻ മത്തായി, ജോൺ, അതുപോലെ തന്നെ ക്രിസ്റ്റഫർ വർഗീസ്, മധുപാൽ ഉൾപ്പെടെ അദ്ദേഹം സിനിമാ നടനായിട്ടുള്ള മധുപാൽ, അദ്ദേഹം റൈറ്ററാണ്, സംവിധായകനാണ്. ഒപ്പം തന്നെ ഫിലിം ബോർഡിൻ്റെ ചെയർമാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഇന്ന് പെൻഷൻ ഉൾപ്പെടെ കൊടുക്കുന്ന ഒരു വലിയ സംവിധാനത്തിൻ്റെ ചെയർമാനായിട്ട് ഇന്ന് സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹവും മധുപാൽ ഈ പരിപാടിയിൽ ആദ്യ അവസാനം പങ്കെടുക്കുകയും എല്ലാവരുടെ ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഓണ സദ്യയിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുത്തിട്ടാണ് യാത്രയായത്. അതിൽ പത്തനംതിട്ടയുടെ മുൻ കളക്ടറായിട്ടുള്ള ശ്രീ നാരായണൻ ഉൾപ്പെടെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ തന്നെ കേരള കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള വൈസ് പ്രസിഡന്റുമാർ ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. അതിൽ പത്തനംതിട്ട ജില്ലയുടെ തന്നെ പ്രസിഡന്റ്, ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ വിവിധ തുറകളിൽ പ്രവർത്തിച്ച വളരെയധികം ആളുകളാണ് അതിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേർന്നത്. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി നമുക്ക് ഇവിടെ അവതരിപ്പിക്കാനുള്ളത്, ഇന്ന് ഒക്ടോബർ 2-ാം തീയതി, ഈ വരുന്ന ഒക്ടോബർ 2-ന്
ഗാന്ധി ഭവനിൽ വെച്ചിട്ട് ഒരു സുന്ദരമായ ഒരു പരിപാടി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കുന്നുണ്ട്. അത് 25 നിർധനരായിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹം സൗജന്യമായി നടത്തിക്കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അമേരിക്കയിലുള്ള ഒരു റീജനാണ് ഫിലോഡൽഫിയ എന്ന് പറയുന്ന റീജൻ. ആ പ്രൊവിൻസിൻ്റെ ഫിലോഡൽഫിയ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിൻ്റെ നേതൃത്വത്തിൽ 25 പേർക്ക് ഏതാണ്ട് 1.25 കോടി രൂപ മുടക്കിയുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടുള്ള ശ്രീ നൈന മത്തായി, അദ്ദേഹത്തിനാണ് ഇപ്പം നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് കല്യാണം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തിയും ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അവർക്ക് വേണ്ട സ്വർണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് അവർക്ക് ഏതാണ്ടൊരു 4-4.5 ലക്ഷം രൂപയ്ക്കകത്ത് ഒരാളിനെ മുടക്കി അതിന് വലിയൊരു പ്രവൃത്തിയാണ് ഫിലോഡൽഫിയ പ്രൊവിൻസ് ഇവിടെ നടത്തുന്നത്. ഒപ്പം തന്നെ ഗാന്ധി ഭവനിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അവർ ഗാന്ധി എന്ന് പറയുന്ന ഒരു നാടകം അരങ്ങേറുന്നുണ്ട്. അവരുടെ 3ാമത്തെ നാടകം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ആ പ്രദർശനത്തിനുള്ള ആ ഒരു ഉദ്ഘാടനം കൂടി ഇന്ന് അവിടെ നടന്നു. അവിടെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റ്, അതുപോലെ തന്നെ ശ്രീ പുനലൂർ സോമരാജൻ അവറുകൾ, അതുപോലെ നമ്മുടെ സിനിമാ നടനായിട്ടുള്ള ശ്രീ മധുബാല്, അങ്ങനെ ക്രിസ്റ്റഫർ വർഗീസ്, നൈന മത്തായി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും കൂടിയാണ് ആ പരിപാടി നടത്തിയത്. അതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനമാണ് ഇപ്പോൾ സിനിമാ നടനായിട്ടുള്ള ശ്രീ മധുബാൽ അവിടെ ഇപ്പം നിർവഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഒരു പരിപാടിക്കും ഈ വേദി ഇന്ന് വളരെ സുന്ദരമായ ഒരു നിമിഷമായിട്ടാണ് പോയത്. ഈ വരുന്ന ഒക്ടോബർ 2 വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൽ ഏതാണ്ട് ഒരു 3500ഓളം ആളുകളാണ് ആ വിഭാഗത്തിൽ പങ്കെടുക്കുന്നത്. ഓരോ നിർധനരായിട്ടുള്ള ഓരോ കുട്ടികളുടെയും അവരുടെ വീട്ടിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടെയാണ് ആ പരിപാടിയിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അതിൽ വിവിധ മന്ത്രിമാരുൾപ്പെടെയുള്ള, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള, ഇവിടുത്തെ MP MLA മാരുൾപ്പെടെ ജനപ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്ന ഒരു പദ്ധതിയാണ് അവിടെ നടക്കുന്നത്. നിർധനരായിട്ടുള്ള വളരെ അധികം ആളുകൾ, അമ്മമാർ, നമുക്കറിയാം ഇപ്പോൾ സ്റ്റേജിൽ ഇരിക്കുന്നതിനകത്ത് തന്നെ വളരെയധികം ആളുകൾ നമ്മൾ ഇപ്പോൾ സ്റ്റേജിൽ കാണാൻ കഴിയും. വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഇന്ന് ഈ സ്റ്റേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു വൈദികൻ ഉൾപ്പെടെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അവരെല്ലാവരും ഈ പരിപാടി വളരെ വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിക്കാണ് ആസൂത്രണം ചെയ്തുകൊണ്ട്, ഇത് വൻ വിജയമാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ നമ്മുടെ ധന്യ കമ്പനിയുടെ എല്ലാമായിട്ടുള്ള വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശംസകളാണ് ഇപ്പോൾ അർപ്പിക്കുന്നത്. അദ്ദേഹം ഏറ്റവും നല്ലൊരു പ്രവൃത്തി ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഗാന്ധി ഭവന് വേണ്ടി 2000 പേർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള ഒരു അടുക്കള, അതിൻ്റെ അടുക്കളയിൽ വേണ്ട എക്യുപ്മെൻസുകളെല്ലാം കൂടി, നമുക്കറിയാം അവിടെ ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ്. അതിനുള്ള അടുക്കളയും അതിനുള്ള എക്യുപ്മെൻസുകളും അവിടെ വാങ്ങിക്കൊടുക്കാം എന്നാണ് അദ്ദേഹം ഇന്ന് ഈ ഒരു വേളയിൽ അവിടെ ഏറ്റിട്ട് പോകുന്നത്. അവിടെ നമുക്കറിയാം യൂസഫ് അലി എന്ന് പറയുന്ന അദ്ദേഹം ലോക വ്യവസായി, മലയാളിയായിട്ടുള്ള ലുലുവിൻ്റെ ഓണറായിട്ടുള്ള ശ്രീ യൂസഫ് അലി, അദ്ദേഹമാണ് 2 വലിയ ബിൽഡിങ്ങുകൾ ഏതാണ്ട് 60 കോടി രൂപ മുടക്കിയാണ് ഈ ഗാന്ധി ഭവന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അവിടെ ഇനി പാർക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുക്കളയുടെ നിർമ്മാണമാണ് ഇപ്പോൾ ധന്യ കമ്പനിയുടെ ഓണറും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ ജോൺ മത്തായി അവരുകൾ ഏറ്റെടുത്തത്. അങ്ങനെയുള്ള വലിയ സന്ദർഭങ്ങളിൽ വലിയ സേവനങ്ങൾ ഈ അമ്മമാർക്ക്, നമുക്കറിയാം അവരെയൊക്കെ ഒന്ന് കാണുന്ന അമ്മമാർ നിർമ്മിച്ച ഉണ്ണിയപ്പം ഇപ്പം നമുക്ക് കണ്ടില്ലേ, ഇവിടെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്നേഹത്തോടെ വലിയ ഒരു സന്ദർഭമാണ് ഗാന്ധി ഭവനിലെ കഴിഞ്ഞ ദിവസം ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത്. ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സുദിനമാണ്. അപ്പം വിവാഹമാണ് ഇനി അടുത്ത പരിപാടി. അപ്പം ജോൺ മത്തായി സാറിൻ്റെ പിറന്നാളും ഇപ്പം ഈ വരുന്ന വിവാഹവും ഇതെല്ലാം ഈ സമൂഹത്തെ സംബന്ധിച്ചും ഗാന്ധി ഭവനെ സംബന്ധിച്ചും ഇതൊരു നന്മയുള്ള പ്രവൃത്തിയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ
സാധ്യമല്ല.